എന്തൊക്കെ ഐറ്റമാണ് ഇവിടെ ഇവിടെ അവതരിപ്പിക്കുന്നത്? ഞാനിപ്പോ മെയിനായിട്ട് പഠിപ്പിക്കുന്നത് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പൊടി, കെട്ടിപ്പിടി, ഗോതമ്പ് പൊടി, ഉണക്ക ചെമ്മീൻ, ഉപ്പേരി വറുത്തത്, നാരങ്ങ അച്ചാരം, മാങ്ങ അച്ചാരം, എല്ലാ പരിപാടിയും ഉണ്ട്. ചുരുക്കം പറഞ്ഞ ചന്തപ്പരിപാടി എല്ലാം ഉണ്ടെന്ന് അർത്ഥം. പിന്നെ ജീവിക്കണ്ടേ. ചുമ്മാ അതല്ല, ജംഗ്ഷനിൽ വന്നപ്പോ തന്നെ നാട്ടുകാരെല്ലാം പറഞ്ഞു എന്താ അറിഞ്ഞത്? ടീച്ചർ ഒരു പ്രസ്ഥാനമാണെന്ന്. അയ്യോ, ഇതാ ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങാത്തത്. അതെന്താ? ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ എല്ലാരും പറയുന്ന ഇതാ എന്ത്? ഒരു പ്രസ്ഥാനമാണെന്നാ. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്കൊരു കുട്ടി ഇങ്ങോട്ട് വിളിക്കാം. ഡിവാടി ഇങ്ങോട്ട് വാ. നമസ്കാരം. ഈ അങ്കിളിന് നമസ്കാരം കൊട്. നമസ്കാരമുണ്ട്. ഈ അങ്കിൾ ഏതാന്നറിയാവോ? ഇതാണ് ഇന്നലെ വന്ന അങ്കിള്. എടി, അതാ ഇന്നലെ വന്ന അങ്കിളാ ഇത്. ആവശ്യമില്ലാത്തൊക്കെ എന്തിനാ തിരക്കുന്നേ? ആവശ്യമില്ലാത്തൊക്കെ തിരക്കുവോ? ഇന്നലെ വന്നെങ്കിൽ ഇന്ന് രാവിലെ പോയെങ്കിൽ ഇത് ഇന്ന് രാവിലെ വന്നെങ്കില് കേട്ടോ. ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. വേണ്ട, ആവശ്യമില്ലാത്ത പറയരുത്. കൊതുക് തിരി കത്തിച്ച് വെച്ച് കൊന്നു കളയും ഞാൻ. ഓക്കെ 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 ഓക്കെ, ടീച്ചറും കുട്ടികളെ വഴക്കുണ്ടാക്കണ്ട. എന്താണ് മോടെ പേര്? എന്തോന്ന്? ബൈജുമോൾ. ബൈജുമോൾ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നത്? ആഹാ. ബൈജുമോടെ വീട്ടിലാരൊക്കെയുണ്ട്? ആമയോ മുയലില്ലേടി? അമ്മ അങ്ങോട്ട് തെളിച്ചങ്ങോട്ട് പറ. അമ്മ. ഓക്കെ ഓക്കെ ഓക്കെ, മോള് പഠിക്കുന്ന നൃത്തവിദ്യാലയത്തിന്റെ പേരെന്താണ്? അയ്യോ, ആവശ്യമില്ലാത്ത വർത്താനം പറയാതെ. ഒന്നാമത് പേര് ദോഷമാ, അതിന്റെ കൂടെ ആവശ്യമില്ലാത്ത പറയാ. ബാലസംഘം എന്തുവാ? അത് മതി, എനിക്ക് വയ്യ. ഓക്കെ, മോളി പറഞ്ഞ ഈ ബാലസംഘത്തിൽ എത്ര കുട്ടികളുണ്ട് പഠിക്കാൻ? അതെ, മൊത്തം 16 പേരുണ്ട്. അതിൽ 18 പേരും അതെന്നാ കണക്കാ ടീച്ചറെ?